നമസ്കാരം. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരെ പീഡിപ്പിച്ച ശേഷം കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയ കേസിൽ പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന അർജുനെ കോടതി വെറുതെ വിട്ടത് കേരളത്തെ ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട്. കോളിളക്കം സൃഷ്ടിച്ച ഈ കേസിലെ പ്രതി കുറ്റക്കാരനല്ലെന്ന് കോടതി വിധി എഴുതിയത് ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. എന്നാൽ പോലീസിന്റെ അന്വേഷണത്തിലെ വീഴ്ചകൾ തന്നെയാണ് പ്രതി ശിക്ഷിക്കപ്പെടാതിരിക്കാൻ ഇടയാക്കിയതെന്നാണ് കോടതിയുടെ വിധിയിൽ നിന്നും വ്യക്തമാകുന്നത്. പോലീസ് അന്വേഷണത്തിലെ വീഴ്ചകൾ എവിടെയാണെന്ന് എണ്ണി പറയുന്നതാണ് വിധി. കേസ് അന്വേഷണ ഉദ്യോഗസ്ഥനും പോലീസിനും വീഴ്ച സംഭവിച്ചതായി കോടതി വിധിയിൽ വിലയിരുത്തി. കേസിലെ വിധിപ്പകർപ്പിലാണ് പോലീസിന്റെ വീഴ്ചകൾ കോടതി അക്കമിട്ട് നിർത്തിയത്. കുഞ്ഞ് കൊല്ലപ്പെട്ട് പിറ്റേ ദിവസമാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ സംഭവ സ്ഥലത്തെത്തിയത്. കേസിൽ തെളിവ് ശേഖരിക്കുന്നതിൽ ഉൾപ്പെടെ പോലീസിന് വീഴ്ച സംഭവിച്ചതായി വിധിപ്പകർപ്പിൽ വ്യക്തമാക്കുന്നു. കുട്ടി കൊല്ലപ്പെട്ടതാണെന്നും ലൈംഗിക ചൂഷണത്തിന് ഇരയായിട്ടുണ്ടെന്നുമുള്ള പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ അത് ചെയ്തത് അർജുനാണെന്ന് തെളിയിക്കാൻ പര്യാപ്തമായ തെളിവുകളില്ലെന്നാണ് കോടതി ഉത്തരവിലെ കണ്ടെത്തൽ. കേസിലെ ശാസ്ത്രീയ തെളിവുകളുടെ പോരായ്മ, കൊലപാതകം നടന്ന മുറിയിൽ നിന്ന് തെളിവുകൾ ശേഖരിച്ചതിൽ പോലീസിനുണ്ടായ അപാകത തുടങ്ങിയ പോലീസ് വീഴ്ചകളാണ് പ്രധാനമായും കോടതി ചൂണ്ടിക്കാണിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിശ്വാസ്യത സംശയകരമാണെന്നും കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വിരലടയാള വിദഗ്ധനെ കൊണ്ട് പരിശോധിപ്പിക്കുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെന്നുമാണ് കണ്ടെത്തൽ. പ്രോസിക്യൂഷനും ഈ കേസിൽ പരാജയമാണെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. ശാസ്ത്രീയമായ തെളിവുകൾ സ്വീകരിക്കുന്നതിലെ പരാജയമാണ് പ്രധാനമായും വിധി പകർപ്പിൽ കോടതി ചൂണ്ടിക്കാട്ടുന്നത്. തെളിവുകൾ സൂക്ഷിക്കുന്ന കാര്യത്തിൽ ശാസ്ത്രീയമായ രീതി അവലംബിക്കുന്നതിലും അന്വേഷണ ഉദ്യോഗസ്ഥൻ അലംഭാവം കാട്ടി. പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിനു ശേഷം മാത്രമാണ് പോലീസ് കാര്യക്ഷമമായ അന്വേഷണം പോലും നടത്തിയതെന്നും വിധിപ്പകർപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നു. പ്രതിക്കെതിരെ ചുമത്തിയ കൊലപാതകം, ബലാത്സംഗം അടക്കമുള്ള കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ച രാവിലെയാണ് കട്ടപ്പന അതിവേഗ പ്രത്യേക കോടതി അർജുനെ വെറുതെ വിട്ടത്. വണ്ടിപ്പെരിയാർ CI ആയിരുന്ന TD സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമായിരുന്നു കേസിൽ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് പോലീസ് വ്യക്തമാക്കി. 2021 ജൂൺ 30 വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റ് ലയത്തിൽ 6 വയസ്സുകാരെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയെന്നായിരുന്നു കേസ്. കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി V. മഞ്ജുവാണ് കേസ് പരിഗണിച്ചത്. കൊലപാതകവും ബലാത്സംഗവും അടക്കമുള്ള കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് കോടതി കണ്ടെത്തി. കുട്ടി കഴുത്തിൽ ഷാൾ കുരുങ്ങി മരിച്ചെന്നാണ് ആദ്യം കരുതിയിരുന്നത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടി പീഡനത്തിന് ഇരയായിരുന്നതായും കൊലപാതകമാണെന്ന് മനസ്സിലായി. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് വണ്ടിപ്പെരിയാർ സ്വദേശി അർജുനാണ് കൃത്യം ചെയ്തതെന്ന് പോലീസ് കണ്ടെത്തിയത്. പീഡനത്തിനിടെ ബോധരഹിതയായ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കുകയായിരുന്നുവെന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. പ്രതി 3 വയസ്സ് മുതൽ പെൺകുട്ടിയെ പീഡിപ്പിച്ചു വരികയായിരുന്നുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. കേരളത്തെ നടുക്കിയ കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് 2 വർഷത്തിനു ശേഷമാണ് വിചാരണ പൂർത്തിയാക്കി വിധി പറഞ്ഞത്. കൊലപാതകം, ബലാത്സംഗം തുടങ്ങിയ കുറ്റങ്ങൾക്ക് പുറമെ പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകളും പ്രതിക്കെതിരെ ചുമത്തിയിരുന്നു. 48 സാക്ഷികളെയാണ് കേസിൽ വിസ്തരിച്ചത്. 69ലധികം രേഖകളും കോടതിയിൽ ഹാജരാക്കി. 2021 ജൂൺ 30 ചുരക്കുളം എസ്റ്റേറ്റിലെ മുറിക്കുള്ളിൽ 6 വയസ്സുകാരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് വഴിത്തിരിവുണ്ടായത്. ഇതെല്ലാം അവഗണിച്ച് പോസ്റ്റ്മോർട്ടവുമായി മുന്നോട്ട് പോയ പോലീസ് നടപടിയാണ് സംഭവത്തിന്റെ ചുരുളഴിച്ചത്. അപകട മരണമെന്ന് കരുതിയത് പോസ്റ്റ്മോർട്ടത്തിൽ കൊലപാതകമാണെന്ന് കണ്ടെത്തി. കൂടാതെ കുട്ടി ക്രൂരപീഡനത്തിന് ഇരയായതായും റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നു. ഇതോടെ സംഭവം കേരള മനസാക്ഷിയെ ഞെട്ടിച്ചു. ഇതേ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രദേശത്തെ സജീവ DYFI പ്രവർത്തകൻ കൂടിയായ അർജുൻ എന്ന 22കാരൻ അറസ്റ്റിലാകുന്നത്. പരാതിയൊന്നുമില്ലാതിരുന്ന ഒരു കേസിൽ പോസ്റ്റ്മോർട്ടമാണ് നിർണായകമായത്. കൊലപാതകം നടന്നതിന് പിന്നാലെ ജൂലൈ 4 അയൽവാസിയായ പ്രതി അർജുനെ പോലീസ് പിടികൂടിയത്. 78 ദിവസത്തിനു ശേഷം കുറ്റപത്രവും സമർപ്പിച്ചു. അന്നത്തെ വണ്ടിപ്പെരിയാർ CI സുനിൽകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. മുട്ടം പോക്സോ കോടതിയിലായിരുന്നു കുറ്റപത്രം സമർപ്പിച്ചത്. അശ്ലീല വീഡിയോകൾ നിരന്തരമായി കാണുന്ന അർജുന്റെ ഫോണിൽ നിന്നും വൻ അശ്ലീല വീഡിയോ ശേഖരവും പോലീസ് കണ്ടെത്തിയിരുന്നു.